കനത്ത മഴയിൽ പത്തനംതിട്ട ചെങ്ങറ സമരഭൂമിയിൽ വീടിന്റെ മേൽക്കൂര തകർന്നു. അക്ഷയഭവനത്തിൽ അനിലിന്റെ വീടാണ് തകർന്നത്. വീട്ടിലുണ്ടായിരുന്ന അനിലിന്റെ മകൾക്കും അയൽവാസിയായ സ്ത്രീക്കും പരിക്കേറ്റു. പ്രസാദ് MG ഉണ്ട് വിവരങ്ങളുമായി. പ്രസാദ്, എപ്പോഴാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടാകുന്നത്? കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? ഈ സംസ്ഥാനത്ത് ഈ ഇടവപ്പാതി ശക്തമായി പെയ്യുകയാണ്. മറ്റ് ജില്ലകൾക്കൊപ്പം തന്നെ പത്തനംതിട്ട ജില്ലയിലും കഴിഞ്ഞ 2 ദിവസമായി മലയോര മേഖലകളിൽ നിർത്താതെ കനത്ത മഴയാണ് പെയ്യുന്നത്. ഈ ചെങ്ങറ ഈ സമരഭൂമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയോര മേഖലയ്ക്ക് അടുത്ത്, അതായത് കോന്നിക്കും റാന്നിക്കും സമയമുള്ള ഒരു മലയോര പ്രദേശത്തിന്റെ അടിവാരത്താണ് ഈ ചെങ്ങറ സമരഭൂമി. ഒരു 3 ഏക്കർ സ്ഥലത്ത് വർഷങ്ങൾക്ക് മുമ്പ് ഈ ഉന്നതിയിലെ ആൾക്കാരെ കയ്യേറി താമസിക്കുന്ന സമരഭൂമിയാണ്. അവിടുത്തെ സമരഭൂമിയിലെ ഒരു നിർമ്മാണത്തിലിരിക്കുന്ന താൽക്കാലികമായി ഷീറ്റിട്ട നിർമ്മാണത്തിലിരിക്കുന്ന ഒരു ഉന്നതിയിലെ ഒരു കുടുംബാംഗങ്ങൾ താമസിച്ച വീടാണ് ഇന്നലെ രാത്രിയിലെ കനത്ത മഴയിൽ തകർന്നു വീണത്. ഈ വീട്ടിലെ ഉണ്ടായിരുന്ന പ്രായമായ ഒരു അമ്മ, മകളെ, ബാക്കിയുള്ള അയൽവാസിയായ ഒരു സ്ത്രീ എന്നിവർക്കാണ് ഈ ഷീറ്റ് ഈ കനത്ത മഴയിൽ ഷീറ്റ് പറന്നു പോവുകയും ബാക്കി മേൽക്കൂരയുടെ ഈ കട്ടിളയും മറ്റുമൊക്കെ അത് അടർന്ന് ഇവരുടെ ദേഹത്തേക്ക് വീഴുകയായിരുന്നു. ഉടൻ തന്നെ ഈ ബാക്കിയുള്ളവരെല്ലാം ഈ മഴ ശമിച്ച ശേഷം രക്ഷാപ്രവർത്തനം നടത്തി ഇവരെ അടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ ഉടൻ തന്നെ പ്രാഥമിക ശുശ്രൂഷ നൽകിയിട്ടുണ്ട്. ഇപ്പോൾ കോന്നിയിലെ ആശുപത്രിയിലാണ് ഇവർ. സാരമായ പരിക്കാണ് തലയ്ക്കും കൈക്കും ഒക്കെ ഇവർക്ക് ഏറ്റിട്ടുള്ളത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം പരിക്കേറ്റവർ ഇവിടെ ആശുപത്രിയിലേക്ക് കഴിയുന്ന വിഷയം നമുക്കിപ്പോൾ കാണാം. എന്നാലും ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചിട്ടുണ്ട്. ഗവിയിൽ അടക്കമുള്ള മലയോര മേഖലയിലേക്കുള്ള യാത്രയ്ക്ക് ജില്ലാ ഭരണകൂടം നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. മഴ ഇപ്പോഴും തോരാതെ പെയ്യുകയാണ്. കാർത്തു. ശരി, പ്രസാദ് MG ആണ് വിവരങ്ങൾ നൽകിയത്.